നമ്മുടെ ഒരു ഗ്രാഫിക്സിന്റെ ഒരു പ്രോഗ്രാം ചെയ്യണമെന്ന് വിചാരിക്കാം. പ്രോഗ്രാമില് ഇപ്പൊ നമുക്ക് ലൈൻ വരക്കേണ്ടി വരും, സർക്കിൾ വരക്കേണ്ടി വരും, സ്ക്വയർ വരക്കേണ്ടി വരും. അപ്പൊ ഇതൊരു ലൈനിന്റെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് ആണ് ഞാനിവിടെ എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കും. ഒരു ലൈൻ എന്ന് പറഞ്ഞെങ്കിൽ മെയിനായിട്ട് രണ്ട് എൻഡ് പോയിന്റ് ഉണ്ടാവും. സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ടാവും, എൻഡ് പോയിന്റ് ഉണ്ടാവും. സ്റ്റാർട്ടിംഗ് പോയിന്റ് x1 y1 എന്ന് വിചാരിക്കാം. ഒരു ലൈൻ വരക്കണമെന്നുണ്ടെങ്കിൽ ആ ലൈനിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എവിടെയാണെന്നുള്ളത് നമ്മൾ അറിയേണ്ട കാര്യമുണ്ട്. അപ്പൊ നമ്മൾ അത് രണ്ട് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ടുള്ള രണ്ട് വേരിയബിള് ആ ക്ലാസ്സിൽ എന്തായാലും വേണം. അതേപോലെ ആ ലൈനിന്റെ എൻഡ് പോയിന്റ് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് രണ്ട് വേരിയബിൾ വേണ്ടി വരും. S2 y2 എന്നുള്ള ലൈൻ ചിലപ്പോൾ ലൈൻ S1 y1 ഒരു ലൈൻ എടുത്തിട്ട് S2 y2 ലൈൻ വരക്കുന്നത് വിചാരിക്കാം. ഫസ്റ്റ് പോയിന്റ് S1 y1, ഇപ്പം ലാസ്റ്റ് മറ്റേ എൻഡ് S2 y2 എന്നുള്ള വിചാരിക്കാം. നമ്മൾ ഈ ക്ലാസ്സിൽ S1ന്റെ y1ന്റെ വാല്യൂ സ്റ്റോർ ചെയ്യണം, S2ന്റെ y2ന്റെ വാല്യൂ സ്റ്റോർ ചെയ്യണം. സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഇതുപോലെ ചിലപ്പോൾ ലൈൻ റൊട്ടേറ്റ് ചെയ്യിക്കുന്നുണ്ടാവും, ലൈൻ മൂവ് ചെയ്യിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ലൈനിന്റെ സൈസ് കൂട്ടുന്നുണ്ടാവും, പല പല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും. അങ്ങനത്തെ ലൈൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറെ ഫങ്ഷൻസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ കോഡൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെ നമ്മുടെ കയ്യിൽ ഒരു ക്ലാസ് ഉണ്ട്. അക്കാലം നമ്മൾ ലൈൻ എന്നുള്ള രീതിയിൽ അസ്യൂം ചെയ്ത് കഴിഞ്ഞ ക്ലാസ്സിൽ ചിലർ ഡൗട്ട് വന്നിട്ടുണ്ട്, ഈ ഫംഗ്ഷനിൽ നിന്ന് ഓബ്ജക്റ്റ് എങ്ങനെ റിട്ടേൺ ചെയ്യാന്നുള്ളത് ചിലർ ഡൗട്ട് വന്നു. അപ്പൊ നമ്മളിങ്ങനെ ഒരു ലൈൻ എന്നുള്ള ക്ലാസ് എഴുതി ഗ്രാഫിക്സിന്റെ പ്രോജക്റ്റാണ് ചെയ്യണമെന്ന് വിചാരിക്കാം. അപ്പൊ ഇതുപോലെ ചില സ്ക്വയർ ഉണ്ടാവും, അല്ലെങ്കിൽ റെക്ടാങ്കിൾ ഉണ്ടാവും, അതിന്റെ ഒരു കോഡ് എഴുതിയിട്ടുണ്ടാവും. പിന്നെ പോലെ ക്ലാസ്, ട്രയാങ്കിൾ, അതിന്റെ കോഡ്, ഇങ്ങനെ ഓരോ ഷേപ്പും സ്ക്രീനിൽ വരാനായിട്ട് അതിന്റെ കാര്യങ്ങൾ ചെയ്യാനുള്ള ഇങ്ങനെ എഴുതി കോഡൊക്കെ എഴുതിയിട്ടുണ്ടാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറൊരു ക്ലാസ് ഉണ്ടാവും. ആ ക്ലാസ്സിലായിരിക്കും മിക്കവാറും മെയിൻ ആയിട്ടുള്ള ക്ലാസ് P1 എന്ന് വിചാരിക്കാം. P1 എന്നുള്ള P1 ചിലപ്പോൾ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചെന്ന് വിചാരിക്കാം. ഇത് കുറെ മെയിൻ ഫങ്ഷൻസ് ഒക്കെ ഉണ്ടാവും. അത് പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കുന്നില്ല. ഒന്ന് ശരിക്കുള്ള പ്രോഗ്രാം പഠിപ്പിക്കുമ്പോൾ പറഞ്ഞുതരാം. അപ്പൊ അതിന്റെ ഉള്ളിൽ ഇവിടെ നിന്നാണ് എക്സിക്യൂഷൻ തുടങ്ങണമെന്ന് വിചാരിക്കാം. നമുക്ക് വേണ്ടത് ഒരു ഫംഗ്ഷനിൽ നിന്ന് എങ്ങനെ ഒരു ഓബ്ജക്റ്റ് റിട്ടേൺ ചെയ്യിക്കാന്നുള്ളത് അങ്ങനെ. അപ്പൊ നമുക്ക് ഇവിടെ ഒരു വേറെ ഫംഗ്ഷൻ കൂടെ ഉണ്ടെന്ന് വിചാരിക്കും. ഒരു ഇവിടെ ഒരു എഫ് എന്നുള്ളൊരു ഫംഗ്ഷൻ എഫ് എന്നുള്ള ഫംഗ്ഷൻ ഉണ്ട് വിചാരിക്കുക. നമ്മളൊരു ലൈൻ ഇത് ക്രിയേറ്റ് ചെയ്യാൻ വേണമെങ്കിൽ അപ്പൊ ആ എഫ് എന്നുള്ള ഫംഗ്ഷനിലോട്ട് x1 y1 അത് ഫസ്റ്റ് കോർഡിനേറ്റ് കൊടുക്കുന്നു, ലാസ്റ്റ് കോർഡിനേറ്റും കൊടുക്കുന്നു. ചില സിന്റാക്സ് ഒക്കെ ഉണ്ട്. ഞാനിപ്പോ അവരുടെ വലിയ വലിയ തീയതിയിലോട്ട് ഇപ്പൊ പോകാത്തോണ്ട് സ്കിപ്പ് ചെയ്തോളാണ്. നമുക്ക് ഈ ആൻസർ ചെയ്താനുള്ള കാര്യം മാത്രമേ ഇപ്പൊ പറഞ്ഞു പോകുന്നുള്ളൂ. എഫ് എന്നുള്ള ഒരു ഫംഗ്ഷൻ നമ്മൾ കോൾ ചെയ്യുമെന്ന് വിചാരിക്കുക. ലൈൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ലൈനിന്റെ ഫസ്റ്റ് കോർഡിനേറ്റ് കൊടുത്ത് ലൈനിന്റെ ആ സെക്കൻഡ് കോർഡിനേറ്റ് കൊടുത്ത് എഫ് എന്നുള്ള ഫംഗ്ഷനിൽ വെച്ചിട്ടാണ് ഈ ലൈൻ എന്നുള്ള ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. ലൈൻ എന്നുള്ള ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് സ്ക്രീനിൽ ലൈനൊക്കെ വന്നത് ചെയ്യണം എഫ് എന്നാണെന്ന് വിചാരിക്കുക. F1 ഏതെങ്കിലും ഒരു ക്ലാസ്സിനുള്ളിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ ഈ ക്ലാസ്സിനുള്ളിൽ തന്നെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എഫ് ഇൻഡ് x1 y1
S2 ഈ എഫ് ആണ് ഒരു ലൈനിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് ലൈൻ സ്ക്രീനിൽ ഒരാൾ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുണ്ടെങ്കിൽ ലൈനിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കും. ക്വസ്റ്റ്യൻ ചോദിക്കണമെങ്കിൽ ആദ്യം ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് കോഡ് കാണിക്കുക. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാനൊക്കെ തെറ്റിപ്പോയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഡീറ്റെയിൽ പഠിക്കുന്നേ ഉള്ളൂ. ലൈനിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള ലൈൻ ക്ലാസ് നെയിം കൊടുക്കുക. ലൈൻ ക്ലാസ് നെയിം കൊടുക്കുക. ഏതെങ്കിലും ഒരു വേരിയബിൾ നെയിം കൊടുക്കുക. v1 കൊടുത്ത് ഈക്വൽ ടു കൊടുക്കുക. ന്യൂ എന്നുള്ള കീവേഡ് കൊടുത്ത് വീണ്ടും ലൈൻ എന്നുള്ള ക്ലാസ് കൊടുത്ത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുക. അപ്പോൾ v1 എന്നുള്ള ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആയി. ഏതൊരു ലൈനെയാണ് അപ്പോൾ v1 റെപ്രസെന്റ് ചെയ്യാൻ പോണത്. ഇനി നമ്മൾ എന്താണെന്ന് വെച്ചാൽ v1 രണ്ടും കൂടി രണ്ട് സെയിം വേരിയബിൾ കൺഫ്യൂഷൻ ആവണ്ട. ഇങ്ങനെ കൺഫ്യൂഷൻ ആണെങ്കിൽ ഇങ്ങനെ നമ്മൾ ഈ ലൈൻ ചെയ്തേക്കുന്നത് സ്റ്റാർട്ടിങ്ങിൽ ഡിഫൈൻ ചെയ്തേക്കുന്ന ക്ലാസിന്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് v1ന്റെ x1 എന്നുള്ളത്, അതുപോലെ v2ന്റെ y1 എന്നുള്ളത്, v1ന്റെ y1 എന്നുള്ളത്, v1ന്റെ s2 എന്നുള്ളത്, v1ന്റെ y2 എന്നുള്ളതും സെറ്റ് ചെയ്യണം. അതിന്റെ ഒബ്ജക്റ്റ് ഈ സ്റ്റേറ്റ്മെന്റ് ചെയ്തേക്കുന്ന ലൈനിന്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ജസ്റ്റ് മെമ്മറിന് സ്പേസ് എടുത്ത് വെച്ചിട്ടുള്ളൂ. അത് സ്റ്റാർട്ടിങ്ങിലെ ക്ലാസിന്റെ ഈ x1 y1 s2 y2 ഒക്കെ സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ് മെമ്മറിന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ x1 y1 s2 y2 എന്നൊക്കെ വാല്യൂസ് അസൈൻ ചെയ്യണം. അപ്പൊ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോണ ലൈൻ അനുസരിച്ചുള്ള വാല്യൂസ് അസൈൻ ചെയ്യാം. അസൈൻ ചെയ്യണൊക്കെ ഇതുപോലെ കാണിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. മനസ്സിലാവുന്നത് ശരിക്കും ഇങ്ങനെ ചെയ്യേണ്ടതാണ്. തെറ്റിപ്പോയാലും മാർക്കൊന്നും കുറയ്ക്കൊന്നുമില്ല. അപ്പൊ v1 എന്നുള്ള ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിപ്പോ കാണിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇതിനാണ് മാർക്ക് വന്നത്. ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും അസൈൻ ചെയ്യാനൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കമന്റ് ആയിട്ട് ഇങ്ങനെ കൊടുക്കുക. ഇനീഷ്യലൈസ് കമന്റ് ആയിട്ട് എഴുതിയാൽ മതി. v1 ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക, അത് കഴിഞ്ഞ് അതിൻ്റെ മെമ്പർ വേരിയബിൾസ് ഒക്കെ ഇനിഷ്യലൈസ് ചെയ്യുക എന്നുള്ളത്. മെമ്പർ വേരിയബിൾസ് ഒക്കെ ലൈൻ അനുസരിച്ച് നമ്മൾ ഇനിഷ്യലൈസ് ചെയ്ത് വെച്ചാൽ കോഡാ കാണിച്ചത്. പിന്നെ ഡീറ്റെയിൽ പ്രോഗ്രാം പഠിക്കുമ്പോൾ മനസ്സിലാവും. ഇനി ക്വസ്റ്റ്യൻ ചോദിച്ചേക്കണെന്ന് വെച്ചാൽ ഈ v1ന്റെ വാല്യൂ ഓബ്ജക്റ്റ് എങ്ങനെ ഫംഗ്ഷനിൽ നിന്ന് റിട്ടേൺ ചെയ്യാന്നുള്ളതാണ്. കാരണം ഇപ്പൊ v1 എന്നുള്ള ഒരു ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഓബ്ജക്റ്റ് ഉള്ളത് ഈ f എന്നുള്ള ഫംഗ്ഷന്റെ ഉള്ളിലാണ് v1 ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് v1 വേറെ എവിടെയോ വെച്ചിട്ട് കോൾ ചെയ്തിട്ടുണ്ട്. വേറെ എവിടെ വെച്ച് കോൾ ചെയ്തിട്ടാണ്. അത് കഴിഞ്ഞിട്ട് വേറെ കുറെ കാര്യങ്ങൾ എന്തൊക്കെയോ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വേറെ എവിടെയാണ് ശരിക്കും എഫ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. എഫ് ഇവിടെ ഡിഫൈൻ ചെയ്ത് പകരം വേറെ ഏതോ പ്ലേസിൽ വെച്ച് എഫ് കോൾ ചെയ്ത് കഴിയുമ്പോൾ എഫ് റിട്ടേൺ ചെയ്യുന്നത് ഒരു ഒബ്ജക്റ്റ് ആണ്. അങ്ങനെ വരുമ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ എഫ് എന്നുള്ള ഫംഗ്ഷൻ സാധാരണ ഫംഗ്ഷൻ സ്റ്റാർട്ടിങ്ങിൽ ഇന്റ്, ഫ്ലോട്ട്, വോയിഡ് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടാവും. ആ ഫംഗ്ഷൻ എന്താണോ റിട്ടേൺ ചെയ്യുന്നത് അതിനനുസരിച്ച് ഡാറ്റ ടൈപ്പ് ലെഫ്റ്റ് സൈഡിൽ കൊടുക്കേണ്ടത്. പക്ഷെ ഇവിടെ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത് ലൈൻ എന്നുള്ള ഒരു ഒബ്ജക്റ്റ് ആണ്. അപ്പൊ ലൈൻ എന്നുള്ള ഡാറ്റ ടൈപ്പ് അല്ലെങ്കിൽ ലൈൻ എന്നുള്ള ക്ലാസ് ആ ഫംഗ്ഷന്റെ ആണ്. ഇതിവിടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തേക്കണേ. ഏതൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു സാധാരണ നിങ്ങൾ പഠിച്ചനുസരിച്ച് സാധാരണ സീലൊക്കെ ചെയ്യുന്നതനുസരിച്ച് ഇന്റ് എഫ് അല്ലെങ്കിൽ ഇന്റ് ഫാക്ടോറിയൽ അല്ലെങ്കിൽ ഫ്ലോട്ട് ഫാക്ടോറിയൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കൊടുക്കാറുണ്ടാവും. അല്ലെങ്കിൽ വോയിഡ് എഫ് എന്ന് പറഞ്ഞ് കൊടുക്കും. അതേപോലെ ഇവിടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ ഈ ഫംഗ്ഷൻ എന്താണോ റിട്ടേൺ ചെയ്യാൻ പോണത് അതിന്റെ ഡാറ്റ ടൈപ്പ്
ഈ ഫംഗ്ഷൻ ഇപ്പൊ റിട്ടേൺ ചെയ്യാൻ പോണത് ലൈൻ എന്നുള്ള ഓബ്ജക്റ്റിന് ആണ് റിട്ടേൺ ചെയ്യാൻ പോകുന്നത്. ലൈൻ ഡാറ്റ ടൈപ്പിൽ ഒരു കാര്യമാണ് റിട്ടേൺ ചെയ്യാൻ പോകുന്നത്. ഫംഗ്ഷൻ നെയിമിന് തൊട്ട് മുമ്പ് ലൈൻ കൊടുക്കുക. ഈ ഒരു പോയിന്റ് വരും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യമുള്ളൂ. ഈ എഫ് എന്നുള്ള ഫംഗ്ഷൻ ഏതൊരു ഓബ്ജക്റ്റിന് റിട്ടേൺ ചെയ്യുന്നു പോകുന്നുണ്ട്. അങ്ങനെ റിട്ടേൺ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഫംഗ്ഷന്റെ ലെഫ്റ്റ് സൈഡിൽ ആ ക്ലാസിന്റെ അല്ലെങ്കിൽ ആ ഡാറ്റ ടൈപ്പിന് അനുസരിച്ച് ഉള്ളൊരു ഇടാൻ കൊടുക്കേണ്ട ഡാറ്റ ടൈപ്പിന്റെ നെയിം അല്ലെങ്കിൽ ആ ക്ലാസിന്റെ നെയിം കൊടുക്കുക, ലൈൻ കൊടുക്കുക. അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഫംഗ്ഷൻ ഇനി റിട്ടേൺ ചെയ്യാൻ പോകുന്നത് ലൈനിന്റെ ഒരു ഓബ്ജക്റ്റ് ആയിരിക്കും. ഈ ലൈനിന്റെ ഓബ്ജക്റ്റ് നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ലൈൻ എങ്ങനെ അല്ലെങ്കിൽ V1 എന്നുള്ള ലൈൻ എങ്ങനെ തിരിച്ച് കോൾ ചെയ്ത സ്ഥലത്തോട്ട് വരും. അതായത് ഈ എഫ് കോൾ ചെയ്തു. ആ എഫ് ഏതൊരു വേരിയബിൾ അസൈൻ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ വേരിയബിൾ എഫ് കോൾ ചെയ്ത് ഇവിടെ എഫ് കോൾ ചെയ്ത് എഫ് എന്നുള്ള ഫംഗ്ഷൻ എക്സിക്യൂട്ട് ആയി. അവിടെ നിന്ന് ഏതൊരു ലൈൻ തിരിച്ചു വരുന്നുണ്ട്. ആ തിരിച്ചു വരുന്ന ലൈൻ W എന്നുള്ള വേരിയബിളിൽ സ്റ്റോർ ചെയ്യണം. അങ്ങനെ വരുമ്പോ ഈ W ഡാറ്റ ടൈപ്പും ലൈൻ തന്നെയായിരിക്കും. തിരിച്ചു തന്നെ ലൈനാണ്. അപ്പൊ W എന്നുള്ള വേരിയബിളിന്റെ ഡാറ്റ ടൈപ്പ് അല്ലെങ്കിൽ ക്ലാസ് എന്നുള്ള ലൈൻ തന്നെ ആയിരിക്കണം. എന്നിട്ട് ആ വേരിയബിൾ ഈക്വറ്റ് എന്നിട്ട് എഫ് എന്നുള്ള ഫംഗ്ഷൻ കോൾ ചെയ്യാം. നേരെ കൺട്രോൾ ഇവിടെ വരും. ലൈനിന്റെ ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യും. V1 എന്നുള്ള ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് V1 എന്തൊക്കെയോ കാൽക്കുലേഷൻ എന്തൊക്കെ ഇനിഷ്യലൈസ് ചെയ്യുന്നു. അത് നിങ്ങൾ കറക്റ്റായിട്ട് എഫ് എന്ന് എഴുതി പറ്റില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കളയില്ല. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ V1 നമ്മൾ എഫ് എവിടെ വെച്ചാണ് കോൾ ചെയ്ത് അവിടേക്ക് പാസ് ചെയ്യണം, അല്ലെങ്കിൽ W അസൈൻ ചെയ്യണം. അതിന് ചെയ്യേണ്ടത് റിട്ടേൺ അത് നിങ്ങൾ ഫാക്ടോറിയൽ ഫൈൻഡ് ചെയ്യുകയാണെങ്കിൽ എഫ് എന്നൊക്കെ അത് റിട്ടേൺ ചെയ്യാൻ കോഡ് കൊടുക്കുന്നത്. അതിന് പകരം ഇവിടെ റിട്ടേൺ V1 എന്ന് കൊടുക്കുക. V1 എന്ന് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇത് ചെയ്ത് കഴിയുമ്പോൾ കമ്പ്യൂട്ടറിന്റെ മെമ്മറിയിൽ എവിടെയോ കുറച്ച് സ്പേസ് എടുത്തിട്ട് ഏതൊരു ലൈനിന്റെ ഡീറ്റെയിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അതിന്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ് ആണ് ശരിക്കും V1 എന്ന് പറയുന്നത്. ആ സ്റ്റാർട്ടിംഗ് അഡ്രസ് അല്ലെങ്കിൽ ആ ഓബ്ജക്റ്റിന്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ് V1 എന്നുള്ളത് W എന്നുള്ള വേരിയബിൾ വരും. അപ്പൊ ഈ ഫംഗ്ഷനിൽ വെച്ച് ക്രിയേറ്റ് ചെയ്ത V1 എന്നുള്ള ഓബ്ജക്റ്റ് അല്ലെങ്കിൽ V1 എന്നുള്ള ലൊക്കേഷനുള്ള ഓബ്ജക്റ്റ് ഈ W വരും. അങ്ങനെ ഫംഗ്ഷനിൽ നിന്ന് എങ്ങനെ ഒരു ഓബ്ജക്റ്റ് റിട്ടേൺ ചെയ്യാൻ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഒരു ഫംഗ്ഷൻ കാണിക്കുക. ഇനി ഇന്ന കുറെ കാര്യങ്ങളുള്ള പോലെ കണ്ട് കൺഫ്യൂഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. ആർഗ്യുമെന്റ് ഒക്കെ ശരിക്കും റിയൽ ആയിട്ടുള്ള സംഭവം ഫീൽ ചെയ്യാൻ വേണ്ടി അങ്ങനെ എഴുതിയെന്നുള്ള. ഇങ്ങനത്തെ എക്സാം എഴുതുമ്പോൾ ഒന്നും എഴുതില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം മാർക്ക് എന്നത് അതിനല്ല. മാർക്ക് വന്ന പോയിന്റ് എന്ന് വെച്ചാൽ ആ ഫംഗ്ഷന്റെ ലെഫ്റ്റ് സൈഡിൽ ആ സെയിം ക്ലാസ് നെയിം ഉള്ള അല്ലെങ്കിൽ റിട്ടേൺ ചെയ്യുന്ന ഓബ്ജക്റ്റിന്റെ ക്ലാസ് നെയിം ഉള്ള ആ ക്ലാസ് നെയിം കൊടുത്തിട്ടുണ്ടെങ്കിൽ നോക്കണം. അത് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. V1 ആണ് റിട്ടേൺ ചെയ്യുന്നത്. V1ന്റെ ഡാറ്റ ടൈപ്പ് തന്നെ വേണം എഫിന്റെ ലെഫ്റ്റ് സൈഡിൽ വരേണ്ടത്. കാരണം V1ന്റെ ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞെങ്കിൽ അല്ലെങ്കിൽ ക്ലാസ് എന്ന് പറഞ്ഞെങ്കിൽ ലൈനാണ്. ആ ലൈൻ തന്നെ ആ ഫംഗ്ഷന്റെ ലെഫ്റ്റ് സൈഡിൽ വരണം. റിട്ടേൺ V1 വരുമ്പോൾ V1 എന്നുള്ള ഓബ്ജക്റ്റ് എഫ് എവിടെ വെച്ചാണ് കോൾ ചെയ്തിരിക്കുന്നത് അവിടേക്ക് പാസ് ചെയ്യും. എഫ് കോൾ ചെയ്തിരിക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ് കോൾ ചെയ്തിരിക്കുന്നത്. ആ എഫ് അല്ലെങ്കിൽ ആ V1 എന്നുള്ളത് ഇപ്പൊ ഈ W കിട്ടും. വേറെ എവിടെ വെച്ച് ക്രിയേറ്റ് ചെയ്ത V1 ഇപ്പൊ W കോപ്പി ചെയ്തു. നിങ്ങൾ നോട്ട് എടുത്തേക്ക്. ഇപ്പൊ എല്ലാം കൂടി അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ കുറച്ച് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കാം. സിമ്പിളാക്കി തരാം. കാരണം നിങ്ങൾ ജാവ നല്ലോണം പണ്ടെവിടെയെങ്കിലും പഠിച്ചിട്ടുള്ള രീതിയിൽ ചില മിസ്റ്റേക്സ് ഒക്കെ കാണും. ഞാൻ അറിഞ്ഞോണ്ട് വരത്തേക്കാണ് എല്ലാം കൂടി പറഞ്ഞ കൺഫ്യൂഷൻ ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പൊ ഇനി അടുത്ത മോഡുകളിൽ പഠിക്കാനുള്ളതാണ്. എല്ലാം കൂടി പറഞ്ഞ മൊത്തം കൺഫ്യൂഷൻ ആവും. അതൊന്നും പറയാത്ത
നിങ്ങൾ ഇത് വേണമെങ്കിൽ ഇതുപോലെ നോട്ട് ചെയ്ത് കാരണം ഇത്രയും പോയിന്റാണ് നിങ്ങൾക്ക് എക്സാമിന് ആ ക്വസ്റ്റ്യൻ ചോദിക്കണമെങ്കിൽ മാർക്ക് കിട്ടാൻ വേണ്ടി കറക്റ്റ് എഴുതേണ്ട പോയിന്റ്. ക്വസ്റ്റ്യൻ തന്നെ ശ്രദ്ധിച്ച് നോക്കാം. നിങ്ങൾ അതിനനുസരിച്ച് പ്രോഗ്രാം എഴുതിയാൽ മതി. കാരണം ഏതൊരു ഫംഗ്ഷനിൽ നിന്ന് ഏതൊരു ഒബ്ജക്റ്റ് റിട്ടേൺ ചെയ്യാനുണ്ട്. അപ്പൊ എന്തായാലും ഏതൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യം നിങ്ങൾ എക്സാമ്പിൾ എന്തായാലും വേണ്ടി വരും. അത് ഞാനിപ്പോ എടുത്തെന്ന് വെച്ചാൽ ക്ലാസ് ലൈൻ എന്നുള്ള ഒരു ക്ലാസ്, ആ ക്ലാസിന്റെ ഒബ്ജക്റ്റ് ആണ് റിട്ടേൺ ചെയ്യാൻ പോകണം എന്നുള്ള രീതിയിൽ അത് നിങ്ങൾക്ക് ഇപ്പോൾ എക്സാമിന് എഴുതുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്തെങ്കിലും ഒരു ക്ലാസ് എഴുതിയാൽ മതി. ക്ലാസ് വി അല്ലെങ്കിൽ ക്ലാസ് എക്സ് എന്ന് കൊടുക്കുക. അതിനനുസരിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ കൊടുക്കുക. പിന്നെ വേറെ എവിടെയെങ്കിലും വെച്ചിട്ടായിരിക്കും ഈ ലൈനിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതും റിട്ടേൺ ചെയ്യണമൊക്കെ ചെയ്യണം. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഈ പ്രൊജക്റ്റിൽ വേറൊരു ക്ലാസ്സും കൂടെ ഉള്ള രീതിയിൽ അസൈൻ ചെയ്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. വേറെ ക്ലാസ്സും കൂടി ഉണ്ട്, അല്ലെങ്കിൽ വേറെ കോഡും കൂടി P1 എന്നുള്ള കോഡും കൂടി ഉണ്ട്. ആ P1ന്റെ ഉള്ളിൽ വെച്ചിട്ട് നമ്മൾ F എന്നുള്ള ഫംഗ്ഷൻ കോഡ് ചെയ്യുന്നു. ആ ഫംഗ്ഷനാണ് ഒബ്ജക്റ്റ് റിട്ടേൺ ചെയ്യാൻ പോകണമെന്നുള്ള രീതിയിൽ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് റിട്ടേൺ ചെയ്യണമെന്നതിൽ അസ്യൂം ചെയ്യുന്നു. ആ റിട്ടേൺ ഒബ്ജക്റ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒബ്ജക്റ്റ് എവിടെയെങ്കിലും വേരിയബിൾ സ്റ്റോർ ചെയ്യണം. അതുകൊണ്ട് ലെഫ്റ്റ് സൈഡ് വേരിയബിൾ ഉണ്ടാവും. ആ വേരിയബിൾ ടൈപ്പ് നമ്മൾ സ്റ്റാർട്ടിങ് ഡിഫൈൻ ചെയ്ത ക്ലാസ് തന്നെ ആയിരിക്കും. അതാണ് ഈ രണ്ട് പോയിന്റിലുള്ളത്. പിന്നെ എഫ് എന്നുള്ള ഫംഗ്ഷൻ നിന്ന് ഒബ്ജക്റ്റ് റിട്ടേൺ ചെയ്യുന്ന സിന്റാക്സിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അങ്ങനെ എഫ് എന്നുള്ള ഫംഗ്ഷൻ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു എന്നുള്ളതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. എഫ് എന്നുള്ള ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ സാധാരണ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്ന ആ ഫംഗ്ഷൻ എന്താണോ റിട്ടേൺ ചെയ്യുന്നത് അതിന്റെ ഡാറ്റ ടൈപ്പ് ലെഫ്റ്റ് ഉണ്ടാവും. ഈ എഫ് എന്നുള്ള ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത് ലൈൻ എന്നുള്ള ക്ലാസിന്റെ ഒബ്ജക്റ്റ് ആണ്. അതുകൊണ്ട് ലെഫ്റ്റ് സൈഡിൽ ലൈൻ ഉണ്ടാവും. അത് ഈ സ്റ്റേറ്റ്മെന്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ ലൈനിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതും ആ ക്രിയേറ്റ് ചെയ്ത ഒബ്ജക്റ്റ് അങ്ങനെ റിട്ടേൺ ചെയ്യുന്നതും കൂടെ കാണിക്കും. എന്നിട്ട് നമ്മൾ പ്രോഗ്രാം എഴുതുക. ഈ ഓരോ ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റ്മെന്റ്സ് ഒരു വൺ ലൈൻ വെച്ച് തിയറി ആയിട്ടങ്ങനെ ആദ്യത്തെ എഴുതേണ്ടി വരില്ല. എഴുതിക്കണതിന് പോയി ഓരോ ലൈനും പർപ്പസിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്ന എന്തൊക്കെ മോസ്റ്റ് എഴുതാറ്. ഇത്രയും മതിയും തോന്നും. ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞ, ഇനി മനസ്സിലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്യുക. ഇതുപോലെ കഴിഞ്ഞ ക്ലാസ്സിൽ വിൻഡോസ് മെഷീനിൽ ജാവ ഇൻസ്റ്റാൾ ചെയ്യണത് എടുത്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കൂടുതൽ പറയാനുണ്ടായതുകൊണ്ട് തീർന്നില്ല. ഞാനിപ്പോ കാണിച്ചു തരാം. അതിന് ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അതായത് ജാവ നിങ്ങളുടെ മെഷീനിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കണം എന്ന് പറഞ്ഞു. അപ്പൊ യൂട്യൂബിലെ വീഡിയോ തന്നെ എടുത്ത് കാണിച്ചുകൊണ്ട് ചിലപ്പോൾ ലൈവായിട്ട് കാണിക്കാൻ മനസ്സിലായിട്ടുണ്ടാവില്ല. ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തന്നെ വിൻഡോസിൽ നമ്മൾ അതിന്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു സെർച്ച് ചെയ്യാനുള്ള ഒരു പ്ലേസ് കണ്ടുണ്ടാവും. അവിടെ പോയിട്ട് ഇതിൽ കമാൻഡ് എന്നോ അല്ലെങ്കിൽ CMD എന്നുള്ള ടൈപ്പ് ചെയ്യുക. കമാൻഡ് ടൈപ്പ് ചെയ്താലും അല്ലെങ്കിൽ CMD ടൈപ്പ് ചെയ്തപ്പോൾ ഡോസ് പ്രോംപ്റ്റ് നിങ്ങൾ എടുക്കാറുണ്ടാവും. ആ ഡോസ് പ്രോംപ്റ്റ് അല്ലെങ്കിൽ കമാൻഡ് പ്രോംപ്റ്റ് വരും, എടുക്കുക. ഈ കമാൻഡ് പ്രോംപ്റ്റ് വന്നു കഴിയുമ്പോഴേക്കും നമ്മുടെ മെഷീനിൽ ജാവ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഒന്നില്ലെങ്കിൽ സാമ്പിൾ ഒരു പ്രോഗ്രാം എഴുതിയിട്ട് കമ്പൈൽ ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ ഒരു കാര്യം ജാവ ഹൈഫൺ വേർഷൻ കൊടുക്കുക. ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനോട് ടൈപ്പ് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റുന്നില്ല. ജാവ ഹൈഫൺ വേർഷൻ എന്ന് കൊടുക്കുന്നത്. അത് കൊടുത്തു കഴിയുമ്പോഴേക്കും എൻ്റർ അടിക്കുക. എൻ്റർ അടിക്കുമ്പോഴേക്കും ഇവിടെ നിന്ന് കമാൻഡാണ് കോപ്പി കാണിച്ചത്. ഞാൻ ജാവ വേർഷൻ എന്ന് ടൈപ്പ് ചെയ്തപ്പോൾ എന്റെ സ്ക്രീനിൽ വന്നത് ഇങ്ങനെ വന്നിട്ടുണ്ട്. അതായത് ജാവ ഈസ് നോട്ട് റെക്കഗ്നൈസ്ഡ് എന്ന് പറഞ്ഞു വന്നു. ആ ജാവ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ജാവയുടെ വേർഷൻ വരുമായിരുന്നു. ജാവ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് ജാവ എന്നുള്ള കമാൻഡ് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ടുള്ള വേറെ മെസ്സേജ് വന്നിട്ടുണ്ട്. എന്റെ മെഷീനിൽ ജാവ ഇല്ല. ഇനി ജാവ ഇൻസ്റ്റാൾ ചെയ്യണം. ജാവ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഗൂഗിൾ എടുക്കുക, ജാവ JDK ഡൗൺലോഡ്
അല്ലെങ്കിൽ ജാവ കമ്പൈലർ ഡൗൺലോഡ് അല്ലെങ്കിൽ ജാവ SC ഡൗൺലോഡ്സ് നിങ്ങൾ കൊടുത്താൽ മതി. അപ്പം മിക്കവാറും ഒരു ഒറാക്കിളിന്റെ സൈറ്റ് ആയിരിക്കും ഫസ്റ്റ് തന്നെ വരിക. അതിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും ജാവയുടെ ഏത് വേർഷൻ ഒറാക്കിൾ സൈറ്റിൽ വരും. ആ സൈറ്റിൽ വന്നിട്ട് ജാവയുടെ ഏത് വേർഷൻ വേണമെന്നുള്ളതൊക്കെ വരും. ജാവയുടെ 15 എന്നുള്ള വേർഷൻ, 14, 11 അങ്ങനെ കുറെ വേർഷൻ ഉണ്ട്. നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് ഡൗൺലോഡ് ചെയ്യാതിരിക്കണമെങ്കിൽ നല്ലത്. കാരണം ഒരു ഡെവലപ്മെന്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് എററൊക്കെ ഉണ്ടാവും, ഒരു ബഗ്ഗൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഏറ്റവും ലേറ്റസ്റ്റ് തൊട്ട് മുമ്പുള്ള ഏതെങ്കിലും 1-2 മുമ്പുള്ളത് ഡൗൺലോഡ്. ഈ 15 ആണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് എങ്കിൽ ഒന്നിന് 14 അല്ലെങ്കിൽ 11 ഡൗൺലോഡ് ചെയ്യാം. ഞാൻ ജാവ SC 8 ആണ് ഇന്നിപ്പോൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചത്. ടൈം കളയണ്ടെന്ന് വെച്ചിട്ട് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ 8 തന്നെ എടുത്തോ. 8 എടുക്കുന്നുണ്ടെങ്കിൽ ഒരു ലെഫ്റ്റ് സൈഡിൽ JDK ഡൗൺലോഡ്, JRE ഡൗൺലോഡ്, JRE ഡോക്യുമെന്റേഷൻ ഡൗൺലോഡ് ഇങ്ങനെ കുറേ തോന്നുന്നുണ്ടാവും. നമുക്കിതെല്ലാം ആവശ്യമൊന്നുമില്ല. വലിയ വലിയ പ്രോജക്റ്റൊക്കെ ചെയ്യേണ്ട ആവശ്യമൊക്കെ വരുള്ളൂ. നമുക്ക് തൽക്കാലം ഈ JDK മാത്രം മതി. ഈ JDK ഡൗൺലോഡ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഏത് വെർഷനാണ് വേണ്ടത് അതിന്റെ റൈറ്റ് സൈഡിലുള്ള JDK ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ JDK ഡൗൺലോഡ് ഉണ്ട്. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും വേറെ പേജിലോട്ട് പോകും. ആ പേജിൽ ഈ പേജായിട്ടുള്ളത് ആ പേജ് വീണ്ടും കുറെ ലിങ്ക്സ് ഉണ്ടാവും. മെഷീനിൽ ഏത് ടൈപ്പില് മെഷീനാണ് ആ മെഷീന് കറസ്പോണ്ടിങ് ആണ്. ഏത് മെഷീനിലാണ് നമ്മൾ ജാവ യൂസ് ചെയ്യാൻ പോകുന്നത് ആ മെഷീന്റെ കമ്പൈലർ അല്ലെങ്കിൽ ആ മെഷീന് പറ്റിയ കമ്പൈലർ നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. നമുക്ക് വിൻഡോസ് മെഷീനിലാണ് വേണ്ടത്. x86 എന്നുള്ളത് 32-bit വിൻഡോസിന്റെ. ഇപ്പം നിങ്ങളുടെ 32-bit ആയിരിക്കില്ല, 64-bit ആയിരിക്കും. കാരണം പുതിയതെല്ലാം ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ 64-bit ആണ് ഡിഫോൾട്ട് പോകാറുള്ളത്. ഇപ്പം നിങ്ങളുടെ ലാപ്ടോപ്പ് വിൻഡോസ് X64 ആയിരിക്കും. അങ്ങനെയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് X64ന്റെ റൈറ്റ് സൈഡിൽ ലിങ്ക് ഉണ്ടാവും. JDK ആ വേർഷൻ്റെ വെച്ചുള്ളൊരു വിൻഡോസ് X64.exe എന്ന് പറയുന്ന ഒരു ലിങ്ക് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും പണ്ടൊക്കെ ഓട്ടോമാറ്റിക് ഡൗൺലോഡ് ചെയ്യുമായിരുന്നു. എന്നിട്ട് ഞാൻ നോക്കിയപ്പോഴേക്കും ഒറാക്കിളിൽ രജിസ്റ്റർ ചെയ്യാൻ പറയുന്നുണ്ട്. പക്ഷെ ഒന്നുമില്ല, വെറുതെ രജിസ്റ്റർ ചെയ്യുക. നിങ്ങളുടെ ഇമെയിൽ ഐ ഡി കൊടുത്ത ഇമെയിൽ ഐ ഡിയും പ്ലേസ് അങ്ങനെ കുറച്ച് പേഴ്സണൽ ഡീറ്റെയിൽസ് ചോദിക്കും. നിങ്ങൾക്ക് ഇമെയിൽ ഐ ഡി ഈ ഒറാക്കിൾ അക്കൗണ്ട് ഉണ്ടാവണമെന്നില്ല. ഇല്ലാത്തവര് ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുക. സാധാരണ ഒരു ഇമെയിൽ ക്രിയേറ്റ് ചെയ്യണ പോലെ തന്നെ എന്തെങ്കിലും കുറച്ച് കാര്യം ചോദിക്കുള്ളൂ. സ്റ്റുഡന്റ് ആണോ, ഫാക്കൽറ്റി ആണോ, ഒരു കമ്പനിയിലാണോ, സിമ്പിളായിട്ട് സജസ്റ്റ് ചെയ്യും. അത് വെച്ചിട്ട് നിങ്ങൾ യൂസർ നെയിം പാസ്വേഡും ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെ യൂസർ നെയിം പാസ്വേഡും ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ക്രിയേറ്റ് അക്കൗണ്ട് കൊടുത്താൽ ഒന്നുകൂടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ യൂസർ നെയിം പാസ്വേഡും കൊടുത്തിട്ട് ഇതിലോട്ട് ലോഗിൻ ചെയ്യുക. ഒറാക്കിളിന്റെ സൈറ്റിൽ ലോഗിൻ ചെയ്യുക. അല്ലെങ്കിൽ ഒറാക്കിളിലൊക്കെ യൂസർ നെയിം പാസ്വേഡ് ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് നല്ലതായിരിക്കും. കുറെ ഫ്രീ സോഫ്റ്റ്വെയർസ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഒറാക്കിൾ DBMS ലാബിന്റെ കുറെ സോഫ്റ്റ്വെയർസ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ക്രിയേറ്റ് ചെയ്ത് ഡൗൺലോഡ് അത് ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡൗൺലോഡ്സ് എന്ന ഫോൾഡറിലായിരിക്കും ആ EXE ഒന്നുണ്ടാവും. ഇപ്പൊ ഒരു JDK 8U261 വിൻഡോസ് 586 എന്നുള്ള ഒരു ഫയല് ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇനി ആ ഫയല് ഡബിൾ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്ത ഫയല് വേറെ റൺ ചെയ്താൽ മതി. നിങ്ങളുടെ മെഷീനിൽ മോഡിഫിക്കേഷൻ നടത്തിക്കോട്ടെ എന്ന് ചോദിക്കും. യെസ് കൊടുക്കുക.
ചിലപ്പോൾ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ആ യൂട്യൂബ് വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യാം, അതിൻ്റെ അകത്ത് നോക്കിയാലും മതി. അടുത്ത സ്പീഡിൽ പോകുമ്പോൾ നിങ്ങൾക്ക് എല്ലാം നോട്ട് ചെയ്തൊക്കെ ടൈം കിട്ടിയില്ലെന്ന് വരും. എന്താ വെച്ചാൽ കാര്യമായിട്ട് നോട്ട് ചെയ്തിരിക്കണ നിങ്ങൾ ചെയ്ത് തരുമ്പോൾ അതൊക്കെ കിട്ടിക്കോളും. ഇപ്പം ചെയ്യേണ്ട നെക്സ്റ്റ് അടിച്ച് പോയാൽ മതി, ഓട്ടോയിലേക്ക് ഇൻസ്റ്റാൾ ആക്കി. പിന്നെ നെക്സ്റ്റ് അടിച്ച് വേറെ വിൻഡോ വരും, അതും വായിച്ചു നോക്കാതെ നെക്സ്റ്റ് വേണമെങ്കിൽ അടിക്കാം. അടുത്ത വിൻഡോയിൽ ചോദിക്കണമെന്ന് വെച്ചാൽ ഡീഫോൾട്ട് ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ നമ്മൾ സിയിൽ പ്രോഗ്രാം ഫയൽസിൽ ജാവയിൽ JDK 1.8 ഇൻസ്റ്റാൾ ചെയ്യണത്. കാരണം വിൻഡോസിലൊക്കെ ആണെങ്കിൽ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ സിയിൽ പ്രോഗ്രാം ഫയൽസ് ഇപ്പോൾ ഇൻസ്റ്റാൾ ആവും ഡീഫോൾട്ട്. അത് മാറ്റണമെന്നുണ്ടെങ്കിൽ മാറ്റി കൊടുക്കുക, ചേഞ്ച് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എവിടെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്, കീയിൽ വേണമെന്നുണ്ടെങ്കിൽ ഈ ടൈപ്പ് കൊടുക്കുക. അത് എന്റെ ഈയിൽ എന്ത് വേറെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാണ്. ഏത് ടൈപ്പ് വേണമെങ്കിൽ കൊടുക്കുക, ചേഞ്ച് ഡി കൊടുക്കുകയാണെങ്കിൽ ഡി ഡ്രൈവ് കൊടുത്തിട്ട് ഡിയിൽ ജാവ എന്നുള്ള ഫോൾഡർ ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള എവിടെയെങ്കിലും ഏത് ഡ്രൈവിലാണെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യിപ്പിക്കാം. തൽക്കാലം കൺഫ്യൂഷനൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളത് തൽക്കാലം ചേഞ്ച് ചെയ്യേണ്ട, അറിയാം എന്നിട്ടാണെങ്കിൽ ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യേണ്ട. നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ കുറച്ച് ടൈം ചിലപ്പോൾ എടുക്കും. ഇൻസ്റ്റാൾ ചെയ്യുന്ന ടൈമിൽ വേണം വേറെ കാര്യം ചെയ്യാം. ഒരു ഡി ഡ്രൈവിൽ പോയിട്ട് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. ഞാൻ നിങ്ങളെ റൺ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് പാരലായിട്ട് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ വേറൊരു പ്രോഗ്രാം ടൈപ്പ് ചെയ്യാൻ പോവാണ്. ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുന്നതാണ്. ജാവ ഇൻസ്റ്റാൾ ചെയ്ത് JDK ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ JR ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് വരുന്നത് രണ്ടും. ജാവ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ജാവയുടെ കൂടെ JDK എന്ന് പറഞ്ഞ കമ്പൈലർ, JR എന്ന് പറഞ്ഞ റൺ ഹെൽപ്പ് ചെയ്യുന്ന ടൂളാണ്, അതുകൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് ചോദിക്കും. നമ്മൾ ടെസ്റ്റ് അടിച്ചേക്കും. അടിച്ചു കഴിയാം, നമുക്ക് ടെസ്റ്റ് അടിച്ചു പോയാൽ വേറെ ഒന്നും നോക്കണ്ട. നമ്മൾ പ്രോഗ്രാം എഴുതുമ്പോ ഞാൻ ജാവയുടെ പ്രോഗ്രാം ഡെവലപ്പ് പോണത് ഡി ഡ്രൈവില് ഞാനൊരു ജാവ PGM എന്നുള്ളൊരു ഫോൾഡർ ഉണ്ടാക്കിയിട്ടുണ്ട്. ആണ് എൻ്റെ ജാവ പ്രോഗ്രാം എഴുതാൻ നമ്മൾ വിചാരിക്കാം. അതിന് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് ഡോക്യുമെന്റ് എടുക്കുക. സിമ്പിൾ ആയിട്ടുള്ള പ്രോഗ്രാം ചെയ്താൽ ക്ലാസ് ടീബിൾ
മെയിൻ എഴുതുന്നതിന്റെ സിന്റാക്സ് കാണാപ്പാടം പഠിച്ചെങ്കിൽ ഓരോ കീവേഡ്സ് എന്താണെന്നുള്ളത് പിന്നീട് തിരിച്ചായിട്ട് പഠിപ്പിച്ചു തരാം. കാരണം ഇത് ഏത് ജാവ പ്രോഗ്രാമിലും ഒരു മെയിൻ ഉണ്ടാവും. ആ മെയിനിൽ നിന്നായിരിക്കും എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യണത്. ജസ്റ്റ് വെറുതെ ഒരു വെൽക്കം മെസ്സേജ് സ്ക്രീനിൽ പ്രിന്റ് ചെയ്യിക്കാനായിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള പ്രോഗ്രാം ആയിരിക്കും. സിമ്പിൾ ആയിട്ടുള്ള P1 എന്നുള്ള പ്രോഗ്രാം എഴുതി അതിന്റെ മെയിനുള്ളിൽ വെൽക്കം എന്നുള്ള മെസ്സേജ് പ്രിന്റ് ചെയ്യാൻ വേണ്ടി ഈ മെയിൻ സിന്റാക്സും ഇത് നിങ്ങൾ എന്തായാലും കാണാപ്പാടം പഠിച്ചിരിക്കണം. അതുപോലെ ഡിസ്പ്ലേ ചെയ്യിക്കണത് എങ്ങനെയാന്നുള്ളതും സിസ്റ്റം ഡോട്ട് ഔട്ട് പ്രിന്റ് എന്നുള്ളതും കാണാപ്പാടം പഠിച്ചിരിക്കണം. പിന്നെ അത് കഴിഞ്ഞ് പ്രോഗ്രാം സേവ് ചെയ്യണം. ഫയല് സേവ് ആസ് സേവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, നിങ്ങളൊരു പ്രോഗ്രാം ചെയ്യുമ്പോൾ ആ പ്രോഗ്രാമിൽ മോർ ദാൻ വൺ ക്ലാസ് ഉണ്ടാകും. ചിലപ്പോൾ കഴിഞ്ഞ എക്സാമ്പിൾ ലൈൻ ഉണ്ടായിരുന്നു, എഫ് ഉണ്ടായിരുന്നു, P1 ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ട്രയാങ്കിൾ ഉണ്ടായിരുന്നു, റെക്ടാങ്കിൾ ഉണ്ടായിരുന്നു, അങ്ങനെ കുറെ ക്ലാസ് ഉണ്ടായിരുന്നു. പക്ഷെ ഏതെങ്കിലും ഒരു ക്ലാസ് മാത്രം മെയിൻ ഉണ്ടാവുള്ളൂ. നമ്മുടെ പ്രൊജക്റ്റിൽ മോർ ദാൻ വൺ ക്ലാസ് ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ മെയിൻ ഉണ്ടാവുള്ളൂ. ഏത് ക്ലാസ്സിലാണോ മെയിൻ ഉള്ളത് ആ സെയിം ക്ലാസ് നെയിം വെച്ചിട്ട് വേണം സേവ് ചെയ്യാൻ. ഇവിടെ മെയിൻ എന്നുള്ള ഫംഗ്ഷൻ ഉള്ളത് P1 എന്നുള്ള ക്ലാസ്സിലാണ്. സേവ് ചെയ്യുമ്പോൾ P1 ഡോട്ട് ജാവ എന്ന് പറഞ്ഞാൽ സേവ് ചെയ്യുക. മെയിൻ്റെ ക്ലാസ് നെയിമും ഫയലിന്റെ നെയിമും സെയിം ആയിരിക്കണം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നമ്മൾ സാധനം സേവ് ചെയ്യുമ്പോൾ സേവ് ആസ് ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും സാറിന്. നോട്ട് പാഡ് എടുക്കുന്നത് അതുകൊണ്ട് .txt എന്ന് ഡീഫോൾട്ട് അവിടെ വന്ന് കിടക്കുന്നുണ്ടാവും. അത് മാറ്റി ഓൾ ഫയൽസ് കൊടുക്കുക. എന്നിട്ട് ഫയൽ നെയിം ടൈപ്പ് ചെയ്യുമ്പോൾ P1 ഡോട്ട് ജാവ എന്ന് പറഞ്ഞിട്ട് ചെയ്യാം. ഫയൽ എക്സ്റ്റൻഷൻ ഡോട്ട് ജാവ ആയിരിക്കണം. അതൊന്ന് സേവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. അതിന്റെ അടുത്ത സേവ് ആസ് ടൈപ്പ് നോട്ട് പാഡ് TXT എന്നുള്ള മാറ്റിയില്ലെങ്കിൽ ജാവയുടെ എൻഡിൽ P1 ഡോട്ട് ജാവ ഡോട്ട് TXT എന്ന് വരും. അത് മാറ്റാൻ വേണ്ടി സേവ് ആസ് ടൈപ്പിന്റെ അവിടെ ഓൾ ഫയൽസ് കൊടുക്കുക. ഫയലിലേക്ക് സേവ് ചെയ്യുമ്പോൾ എക്സ്റ്റൻഷൻ ജാവ ആയിരിക്കണം. സേവ് ചെയ്യുക. ചെയ്ത് കഴിയുമ്പോഴേക്കും ഈ ഡി ഡ്രൈവിൽ PGM എന്നുള്ള ഫോൾഡറിന് ജാവ PGM എന്നുള്ള ഫോൾഡറിനുള്ളിൽ P1 എന്നുള്ള പ്രോഗ്രാം വരും. ആ പ്രോഗ്രാം ഞാൻ ഡെവലപ്പ് ചെയ്ത് ക്ലോസ് ചെയ്തേക്കാം. എന്റെ മെഷീനിൽ ജാവ ഇൻസ്റ്റാൾ ചെയ്തു. ഇത് റൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ വീണ്ടും ഡോസ് പ്രോംപ്റ്റ് എടുക്കുക, കമാൻഡ് പ്രോംപ്റ്റ് എടുക്കുക. ഞാൻ എവിടെയാണ് പ്രോഗ്രാം സേവ് ചെയ്തേക്കുന്നത് അവിടെ വരിക. ഞാൻ പ്രോഗ്രാം സേവ് ചെയ്തേക്കുന്നത് ഡി ഡ്രൈവിലാണ്. അപ്പൊ ഡി കോള കൊടുക്കുമ്പോൾ ഡി ഡ്രൈവിലോട്ട് പോയിട്ടുണ്ടാവും. ഡിയുടെ ഉള്ളിൽ അതിൽ PGM ജാവ PGM എന്നുള്ള ഫോൾഡറിനുള്ളിലാണ് പ്രോഗ്രാം ടൈപ്പ് ചെയ്തിട്ടുള്ളത്. CD ജാവ PGM കൊടുക്കുക. അല്ലെങ്കിൽ ഇത് റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ട് ഓപ്പൺ വിത്ത് ഡോസ് പ്രോംപ്റ്റ് ചിലപ്പോൾ വരാറില്ല, വന്നിട്ടില്ല. ഡോസ് പ്രോംപ്റ്റ് ചെയ്ത് പരിചയമുള്ളതായിരിക്കും. സേവ് ചെയ്തിട്ട് ഫോൾഡറിൽ തന്നെ വരിക. അത് കഴിഞ്ഞിട്ട് കമ്പൈൽ ചെയ്യാം. കമ്പൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് ജാവ C P1 ഡോട്ട് ജാവ കൊടുക്കുക. എന്റെ പക്ഷേ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തു, എന്നാൽ ഇപ്പോൾ ഒരു പ്രശ്നം വരുന്നു. ഇപ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ജാവ C വീണ്ടും ഫസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് ഒരു എറർ വന്നിട്ടുണ്ടായിരുന്നു. ജാവ C അല്ലെങ്കിൽ ജാവ നോട്ട് റെക്കഗ്നൈസ്ഡ് എന്നുള്ള എറർ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ വീണ്ടും ഇവിടെ വന്നു ജാവ C ഇസ് നോട്ട് റെക്കഗ്നൈസ്ഡ് എന്ന് പറഞ്ഞിട്ട് ഒരു എറർ വരും. അങ്ങനെ എറർ വരാനുള്ള കാരണം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ എന്റെ പക്ഷേ ജാവ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിലും ആണ്
ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടും ജാവ എന്നുള്ള ഒരു പ്രോഗ്രാം, ജാവാസി എന്നുള്ള ഒരു പ്രോഗ്രാം എന്റെ മെഷീനിൽ വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ ഏത് ലൊക്കേഷനിലാണ് ഈ ജാവ ഇൻസ്റ്റാൾ ചെയ്തതെന്നുള്ള ഡോസ് പ്രോംപ്റ്റിന് അറിയാൻ പാടില്ല. കാരണം ഞാൻ അവൻ എവിടെ കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്ത് ടീച്ചർ ഡീല ഈല എവിടെയെങ്കിലും ഇൻസ്റ്റാൾ ചെയ്ത് ഡോസ് പ്രോംപ്റ്റ് അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും ഇവിടെ ഒരു എറർ വന്നത്. അപ്പൊ ഞാൻ ഈ ഡോസ് പ്രോംപ്റ്റിനെ അത് ഇൻഫോം ചെയ്യണം. അതിനുവേണ്ടി ചെയ്യേണ്ടത് ആണ് ഞാനിപ്പോ ചെയ്തത് ജാവാസി എന്നുള്ള പ്രോഗ്രാം യൂസ് ചെയ്തിട്ട് p1.java കമ്പയർ ചെയ്യാൻ നോക്കി. അത് ജാവാസി എന്നുള്ളൊരു പ്രോഗ്രാം ഉണ്ട്. ആ പ്രോഗ്രാമത്തിന് ഹെൽപ്പോട് കൂടിയാണ് ഞാൻ കമ്പയർ ചെയ്യാൻ നോക്കിയത്. ഈ ജാവാസി എന്നുള്ള പ്രോഗ്രാം ഇപ്പൊ എന്റെ മെഷീനിൽ എവിടെയെന്നുള്ളതാണ് ഞാൻ കണ്ടുപിടിക്കേണ്ടത്. അതിനുവേണ്ടി ചെയ്യേണ്ടത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത സ്ഥലത്ത് പോയി നോക്കാം. സിയിൽ പ്രോഗ്രാം ഫയൽസിനുള്ളിൽ നിങ്ങളെ ഫസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഏത് ലൊക്കേഷനാണ് ഇൻസ്റ്റാൾ ചെയ്തെന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഈ പ്രോഗ്രാം 86 സിയിൽ പ്രോഗ്രാം ഫയൽസിന് x86 എന്നുള്ള ഫോൾഡർ ഉണ്ട്. ജാവ അല്ലെങ്കിൽ നിങ്ങൾ സാധാരണ പുറത്തുനിന്ന് സെർച്ച് ചെയ്ത് നോക്കിയത് എവിടെയാന്നുള്ളത്. അതായത് സിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ ആ സ്റ്റാർട്ടിങ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ പാത്ത് നോട്ട് വെച്ചേക്കുക. പ്രോഗ്രാം ഫയൽസ് x86 ജാവയുടെ ഉള്ളിൽ ജാവയുടെ JDK 1.8 ഉള്ളിൽ ബിന്നിന്റെ ഉള്ളിൽ ആണ് ഈ ജാവാസി എന്നുള്ള പ്രോഗ്രാം ഉള്ളത്. നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പുറത്ത് വന്ന് വിൻഡോസിൽ വന്നിട്ട് സെർച്ച് ചെയ്ത് നോക്കുക. ജാവാസി എന്നുള്ള ഫയൽ എവിടെയെന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം. പിന്നെ ഞാൻ സെലക്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഈ ജാവാസി എന്നുള്ള പ്രോഗ്രാം. ഈ പ്രോഗ്രാമാണ് എന്നെ കമ്പൈൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അതിന് തൊട്ട് മുകളിൽ ജാവ എന്നുള്ള പ്രോഗ്രാം ഉണ്ട്. ആ പ്രോഗ്രാമാണ് എന്നെ റൺ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഈ ഡോസ് പ്രോംപ്റ്റ് കമാൻഡ് പ്രോംപ്റ്റ് ഇൻഫോം ചെയ്യണം ഈ ജാവാസി എവിടെ ഉള്ളതെന്ന് ഇൻഫോം ചെയ്യണം. അതിന് വേണ്ടതെന്ന് വെച്ചാൽ ഈ പാത്ത് കോപ്പി എടുക്കുക. ഈ ലൊക്കേഷൻ കോപ്പി എടുത്തിട്ട് ഞാൻ റൺ ചെയ്യണ ഡോസ് പ്രോംപ്റ്റ് വരിക. അവിടെ വന്നിട്ട് സെറ്റ് സ്പേസ് പാത്ത് ഈക്വൽ ടു ഡബിൾ കോഡ്സ് കൊടുക്കുക. എന്നിട്ട് ഞാൻ ഈ കോപ്പി എടുത്ത് പേസ്റ്റ് ചെയ്യുക, എൻ്റർ അടിക്കുക. അത് ജാവാസി ഫയലുള്ള അല്ലെങ്കിൽ ആ പ്രോഗ്രാമുള്ള ലൊക്കേഷൻ ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ടൈപ്പ് ചെയ്യുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് നേരെ അവിടെ പോയിട്ട് കോപ്പി എടുത്തിട്ടുണ്ടെങ്കിൽ നല്ലത്. എന്നിട്ട് കമ്പയർ ചെയ്ത് നോക്കാം. കമ്പയർ ചെയ്ത് വേറൊന്നുമില്ല. ഞാനിപ്പോൾ ഡോസ് പ്രോംപ്റ്റ് മനസ്സിലായി. ഈ പ്രോഗ്രാം ഫയൽസിനുള്ളിൽ ജാവയുടെ ഉള്ളിൽ JDK ഉള്ളിൽ പിന്നിനുള്ളിൽ ജാവാസി ഉണ്ട് മനസ്സിലാകുന്നുണ്ട്. അവിടെ നിന്ന് എടുത്ത് നമുക്ക് ജാവാസി എടുത്ത് കമ്പയർ ചെയ്ത് തന്നു. കമ്പയർ ചെയ്ത് തുറന്നില്ലാത്തത് അവിടെ നോക്കില്ല. ഇത് റൺ ചെയ്യണം. റൺ ചെയ്യാൻ ജാവ എന്നുള്ള പ്രോഗ്രാമത്തിന്റെ ഹെൽപ്പോട് കൂടി ചെയ്യുക. റൺ ചെയ്ത് വെൽക്കം എന്നുള്ള സ്ക്രീനിൽ വന്നു. ഒന്നും കൂടി റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. പ്രോഗ്രാം മോഡിഫൈ ചെയ്താലൊക്കെ വീണ്ടും കമ്പയർ ചെയ്യേണ്ട കാര്യമുള്ളൂ. അല്ലെങ്കിൽ ഒരു പ്രാവശ്യം കമ്പയർ ചെയ്താൽ മതി. വീണ്ടും റൺ ചെയ്യുക. നിങ്ങൾക്ക് ചെയ്യാനുള്ള എളുപ്പം ഇതാണ്. ഈ സെറ്റ് പാത്ത് ഇവിടെ ടൈപ്പ് ചെയ്യുക എന്നുള്ളത്. ഇങ്ങനെ സെറ്റ് പാത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ ഈ ഡോസ് പ്രോംപ്റ്റ് ക്ലോസ് ചെയ്ത് കളഞ്ഞെന്ന് വിചാരിക്കാം. വീണ്ടും ഇതൊരു ഡോസ് പ്രോംപ്റ്റ് എടുത്ത് വീണ്ടും ഞാൻ ക്ലോസ് ചെയ്ത് എടുത്ത് വിചാരിക്കാം. കമാൻഡ് ടൈപ്പ് ചെയ്യുക. ഞാൻ പഴയ പ്രോഗ്രാം വീണ്ടും കൂടി റൺ ചെയ്യാൻ നോക്കി. ഡി ഡ്രൈവിൽ വന്ന് PD ജാവ PGM കൊടുത്ത് ഞാനൊന്നും കൂടി കമ്പയർ ചെയ്യാൻ നോക്കി. ജാവാസി p1.java വേറെ ഇവിടെ ഇറന്ന് വരും. വീണ്ടും വന്ന് ജാവാസി കമാൻഡ് നോട്ട് ഫൗണ്ട് എന്ന് വന്നു. ആണ് നേരത്തെ സെറ്റ് പാത്ത് ചെയ്തത് വേറെ ഡോസ് പ്രോംപ്റ്റിലായിരുന്നു. ആ ഡോസ് പ്രോംപ്റ്റ് ഞാൻ ക്ലോസ് ചെയ്ത് കളഞ്ഞായിരുന്നു.
വീണ്ടും സെറ്റ് പാത്ത് ഒന്നും വേണം. പുതിയ ഡോസ് പ്രോംപ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഓരോ ഡോസ് പ്രോംപ്റ്റിലും സെറ്റ് പാത്ത് കൊടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഡിസ്അഡ്വാൻറ്റേജ് ആ ഒരു പ്രോബ്ലമാണ്. ഓരോ ഡോസ് പ്രോംപ്റ്റ് എടുക്കുമ്പോൾ സെറ്റ് പാത്ത് കൊടുക്കണം. പക്ഷെ അത് സിമ്പിൾ ചെയ്യാൻ എളുപ്പമാണ്. മറ്റേ പിന്നെ വേറെ തെളിവുണ്ട്. അപ്പൊ അതിപ്പോൾ വീണ്ടും സെറ്റ് പാത്ത് കൊടുക്കുക. സെറ്റ് പേസ്റ്റ് പാത്ത് ഈക്വൽ ടു നേരത്തെ പറഞ്ഞ പോലെ അത് പേസ്റ്റ് ചെയ്യുക, കമ്പയർ ചെയ്യുക, പ്രശ്നം വരില്ല. കമ്പയർ ചെയ്ത് റൺ ചെയ്താൽ ഫുൾ കിട്ടും. ഇങ്ങനെ സെറ്റ് പാത്ത് കൊടുത്ത് ചെയ്യുമ്പോഴുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മൾ എല്ലാ ദിവസവും ജാവ പ്രോഗ്രാം റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഇതുപോലെ സ്റ്റാർട്ടിങ്ങിൽ പോയിട്ട് തുടങ്ങുമ്പോഴേക്കും നമ്മൾ ഇതുപോലെ സെറ്റ് പാത്ത് ഈക്വൽ ഈ പാത്ത് കൊടുക്കണം. അത് നിങ്ങൾ ഓൾറെഡി എവിടെയും കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ എളുപ്പമായിരിക്കും, വേറെ പ്രശ്നമൊന്നുമില്ല. അല്ലെങ്കിൽ ഈ പ്രോബ്ലം അവോയ്ഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറെ വഴി എന്താ വെച്ചാൽ അത് ഇത്തിരി ഫസ്റ്റ് ടൈം കുറച്ച് പാടാണ്, പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എളുപ്പമായിരിക്കും. അതാണ് ഇന്നലെ പറഞ്ഞത് പഠിപ്പിച്ച് നിർത്തി കളഞ്ഞത്. ഒരു കുറച്ച് കോംപ്ലിക്കേഷൻ ഒക്കെ വരും. കാരണം ഇതിൽ നമ്മൾ ഈ സെറ്റ് പാത്ത് ഒക്കെ ചെയ്യുമ്പോൾ ഡോസ് പ്രോംപ്റ്റ് ഏത് ഡോസ് പ്രോംപ്റ്റിലാണ് ചെയ്യുന്നത് ആ ഡോസ് പ്രോംപ്റ്റ് മാത്രമേ ആ പാത്തിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഉള്ളൂ. നമുക്ക് വിൻഡോസിന്റെ സെറ്റിംഗ്സിൽ പോയിട്ട് കുറച്ച് മാറ്റം വരുത്താൻ പറ്റും. അങ്ങനെ മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ ഡോസ് പ്രോംപ്റ്റിലും ആ ഇൻഫർമേഷൻ കിട്ടും. അതിനുവേണ്ടി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ സെർച്ച് ചെയ്യുന്ന പ്ലേസ് ഉണ്ട്, അവിടെ പോയിട്ട് സെറ്റിംഗ്സ് തന്നെ കൊടുക്കുക. സെറ്റിംഗ്സ് സെർച്ച് ചെയ്യുമ്പോൾ സാധനം സെറ്റിംഗ്സ് ഉണ്ടല്ലോ അത് വരും. പിന്നെ വിൻഡോസിലെ സെറ്റിംഗ്സ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. ആ സെറ്റിംഗ്സിൽ ചിലപ്പോൾ നോക്കുമ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നത് എൻവിറോൺമെന്റ് വേരിയബിൾസ് ഇവിടെ കാണും. കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ആ സെർച്ച് എടുത്ത് എൻവിറോൺമെന്റ് വേരിയബിൾസ് കൊടുത്താൽ മതി. ENV കൊടുക്കുമ്പോൾ തന്നെ വന്നോളൂ. രണ്ട് ഓപ്ഷൻ വന്നിട്ടുണ്ട്, എഡിറ്റ് എൻവിറോൺമെന്റ് വേരിയബിൾ ഫോർ യുവർ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങളുടെ യൂസർ നെയിം റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും വേരിയബിൾസ് മാറ്റാനായിരിക്കും. നമുക്ക് അതല്ല വേണ്ടത്, സിസ്റ്റത്തിന്റെ വേരിയബിൾസ് ആണ് മാറ്റേണ്ടത്. സിസ്റ്റത്തിന്റെ കുറച്ച് ഇൻഫർമേഷൻ മാറ്റേണ്ടത്. രണ്ടാമത്തെ ഓപ്ഷൻ എടുക്കുക, എഡിറ്റ് ദി സിസ്റ്റം എൻവിറോൺമെന്റ് വേരിയബിൾസ് എന്ന് വരും. അത് ഇപ്പൊ നോട്ട് ചെയ്തെടുക്കണമെന്നില്ല, നിങ്ങൾക്ക് അതിൽ യൂട്യൂബിൽ ലിങ്ക് അയച്ചു തരാം. അതിൽ ഉണ്ട്. ലൈവായിട്ട് ചെയ്താണെങ്കിൽ കുറച്ചും മനസ്സിലാവുന്ന വെച്ചിട്ട് കാണിക്കുന്നതാണ്. അപ്പൊ സിസ്റ്റം ലാപ്ടോപ്പിലൊക്കെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ചെയ്തിട്ടുള്ളവർക്ക് ഇതൊക്കെ പരിചയമുള്ളതായിരിക്കും. എൻവിറോൺമെന്റ് വേരിയബിൾ എടുക്കുക. സിസ്റ്റത്തിന്റെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ ഒരു വിൻഡോ വരെ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. സിസ്റ്റം പ്രോപ്പർട്ടീസ് എന്നുള്ള വിൻഡോയില് മുകളിൽ കമ്പ്യൂട്ടർ നെയിം, ഹാർഡ്വെയർ, അഡ്വാൻസ്ഡ്, സിസ്റ്റം പ്രൊട്ടക്ഷൻ കുറച്ച് ടാബൊക്കെ ഉണ്ട്. അതിൽ ഇപ്പോൾ അഡ്വാൻസ്ഡ് എന്നുള്ളതായിരിക്കും വന്നിരിക്കുന്നത്. ആ അഡ്വാൻസ് എന്നുള്ള ടാബിനുള്ളിൽ അതിന്റെ ബോട്ടത്തില് എൻവിറോൺമെന്റ് വേരിയബിൾസ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ടാവും. ആ എൻവിറോൺമെന്റ് വേരിയബിൾസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഒരു വിൻഡോ വരും. ആ നിങ്ങൾ ഈ കുറെ സ്റ്റെപ്പ് കൊണ്ട് അത് അറിയേണ്ട കാര്യമൊന്നുമില്ല. ഇത് എക്സാമിന് വന്ന കാര്യമൊന്നുമല്ല. നിങ്ങൾ വീട്ടിൽ നിന്ന് ജാവ പോലെ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ടിങ് ചെയ്യേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. ആദ്യം ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് ഒരിക്കലും ചെയ്യേണ്ട കാര്യമില്ല. കമ്പനി ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അവർ ചെയ്താൽ മതി, പിന്നെ ചെയ്യേണ്ട കാര്യം. ആ എൻവിറോൺമെന്റ് വേരിയബിളില് നമ്മൾ നോക്കുക. നമ്മൾ നേരത്തെ ഡോസ് പ്രോംപ്റ്റ് ചെയ്തതിന്റെ സെറ്റ് സ്പേസ് പാത്ത് എന്ന് പറഞ്ഞിട്ട് അതിലോട്ട് ഒരു പുതിയ വാല്യൂ അസൈൻ ചെയ്തത്. പാത്തിന്റെ എന്താണ് സെറ്റ് ചെയ്തത് നമ്മളവിടെ വെച്ച് ഇവിടെ നോക്കുക. പാത്ത് എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും കാണൂടാ. രണ്ട് സ്ഥലത്ത് പാത്ത് വന്നുണ്ട്, ടോപ്പിലുണ്ട് ബോട്ടത്തിലുണ്ട്. ടോപ്പിലുള്ളത് ആ യൂസറിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള രീതിയിലൊക്കെ കൂടുതൽ കാര്യങ്ങളൊക്കെ ആയിരിക്കും. നമുക്ക് വേണ്ടത് സിസ്റ്റത്തിന്റെ ഫസ്റ്റിന് കുറച്ച് വേരിയബിൾസ് ഒക്കെയാണ് ചേഞ്ച് വരുത്തുന്നത്. അല്ലെങ്കിൽ OS ഫസ്റ്റ് ചെയ്യുന്ന രീതിയിൽ കുറച്ച് വേരിയബിളൊക്കെ ചേഞ്ച് വരുത്തുന്നത്. അത് സിസ്റ്റം വേരിയബിൾസ് പറഞ്ഞ് താഴെയുണ്ട്. അതിൽ നോക്കുമ്പോൾ പാത്ത് എന്ന് പറഞ്ഞ് കാണാം. ആ പാത്ത് സെലക്ട് ചെയ്യുക, എന്നിട്ട് അത് എഡിറ്റ് ചെയ്യാൻ പറയാം. എഡിറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പൊ അതിനകത്ത് കുറെ പാത്തുകൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. അത് വേറെ ഓൾറെഡി കുറെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ കറസ്പോണ്ടിങ് പാത്തുകളായിരിക്കും വന്നിട്ടുള്ളത്. അതൊന്നും നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളയരുത്. അത് നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മെഷീനിൽ ഏതെങ്കിലും സോഫ്റ്റ്വെയർ ചിലപ്പോൾ വർക്ക് ചെയ്യില്ല. ഇത് മോഡിഫൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇതിൽ വെള്ളമൊന്നും പോകാതെ നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് പുതിയൊരു വാല്യൂ കൂടി പാത്തിലോട്ട് അസൈൻ ചെയ്യണം. അതിനുവേണ്ടി ന്യൂ കൊടുക്കുക.
ഇത് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് കോപ്പി ചെയ്തത് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഓക്കെ കൊടുക്കുക. അവിടുന്ന് ജാവ സി ഉള്ള പാത്ത് കോപ്പി എടുത്തിട്ടാണ് സി പ്രോഗ്രാം ഫയൽ ജാവ JD /bin എന്നുള്ള കോപ്പി എടുത്തിട്ടാണ് അത് ഇവിടെ കൊണ്ടൊന്ന് പേസ്റ്റ് ചെയ്യാം. ഇവിടെ നോക്കുക, പാത്ത് ക്ലിക്ക് ചെയ്യുക, എഡിറ്റ് ചെയ്യുക, അങ്ങനത്തെ ലാസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ന്യൂ ക്ലിക്ക് ചെയ്തിട്ട് ലാസ്റ്റ് വരിക. അവിടെ നോക്കുമ്പോൾ ആദ്യം അവിടെ വന്നിട്ടുണ്ട് സി പ്രോഗ്രാം ഫയൽസ് ജാവ JD ഉള്ളിൽ വന്നിട്ടുണ്ട്. ഓക്കെ കൊടുത്ത് ക്ലോസ് ചെയ്യാം. തോന്നുന്നു ചിലപ്പോൾ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരുമായിരിക്കും. റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ റീസ്റ്റാർട്ട് ചെയ്യാതെ കിട്ടുന്നുണ്ടോ നോക്കാം. റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയങ്ങളിൽ നിന്ന് നോക്കട്ടെ. റീസ്റ്റാർട്ട് ചെയ്യാതെ D:, എടുക്കുക, CD ജാവ PGM കൊടുക്കുക, ജാവ കൊടുക്കുക. അടുത്ത് കമാൻഡ് നോട്ട് സൗണ്ട് ഒന്നും വന്നില്ല, കാരണം ആ പാത്ത് സെറ്റ് ചെയ്തതുകൊണ്ട്. അപ്പൊ അങ്ങനെ പോയി സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത ദിവസം വരുമ്പോഴും അവിടെ തന്നെ എടുക്കാം. ഒന്ന് ക്ലോസ് ചെയ്ത് വീണ്ടും ഡോസ് പ്രോംപ്റ്റ് എടുത്തെന്ന് വിചാരിക്കാം. വീണ്ടും ആ ജാവ പ്രോഗ്രാം കമ്പയർ ചെയ്യാൻ ഒന്നും കൂടി ഞാൻ അവിടെ വന്നു കമ്പയർ ചെയ്യുന്നു. റൺ ചെയ്യുന്നു. വെൽക്കം എന്നുള്ള സ്ക്രീനിൽ വരുന്നു. ആ ഇൻസ്റ്റാൾ ചെയ്യണത് ഡൗട്ട് ഉണ്ടെങ്കിൽ ആദ്യമായിട്ട് ലാപ്ടോപ്പിൽ സെറ്റിംഗ്സ് മാറ്റുന്നതൊക്കെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. അങ്ങനെ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നവര് ഞാൻ ആ യൂട്യൂബിന്റെ ലിങ്ക് അയച്ചു തരാം. അല്ലെങ്കിൽ ഞാനിപ്പോ ഇന്ന് ക്ലാസ് എടുത്തതിന്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൽ നോക്കിയാലും